on through all the years. Looking back brings me to tears. Oh, I wanna see this through. All I know is how I feel, and all I want is what is real. Oh, I'm gonna stand by you, even on your darkest days. You know that I will never change. Oh, I will love you the same. Oh, I will keep you safe for all my life, and you will have my heart for all of time. Even on your darkest days, you know that I will never change. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും ഞങ്ങൾ എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര. അത്യുന്നതിന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും. അവിടെ നിന്ന് നിന്നെ വേടന്റെ കണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തുകലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അതിനെ നീ വാസം കൽപ്പിച്ചു. നിനക്കൊരു തിരിഞ്ഞു മുറിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണുമേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. And you said it, and your face can say it all, so I know you meant it. And if I lose my way, will I know where to find you? Will I know where to find you? If you lose your way, you'll know where to
ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന് നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ നിയോഗിക്കപ്പെട്ട റെബേക്കായും അനുഗ്രഹിച്ച കർത്താവെ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അടഞ്ഞിരിക്കുന്ന ഈ ദാസരെ, വയസ്സിനെയും അനീറ്റയും സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയവേ. ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവെ, വിവാഹ വാഗ്ദാനത്തിനായി അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിനെ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനിക ദരിദ്രരാകാം, വിശന്നു വലയാം. കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. മക്കളെ വന്ന് കേൾക്കുവിൻ, ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? എങ്കിൽ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അതിരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അകൃത്യത്തിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവെ, വിവാഹ വാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനാ സർവേശ, പരിപാലനാ ബലവാനേ, പരിപാലനാ അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. 6-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യുമെന്ന് ജീവനെ കുറിച്ചു, എന്ത് ധരിക്കുമെന്ന ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകരുത്. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ?
ആകാശപ്പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു വിനാഴികയെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റി നിങ്ങൾ എന്തിനാകുലരാകുന്നു? വയലിലെ എള്ളികൾ എങ്ങനെ വളരുമെന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിൽ ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഇവരെ അനുഗ്രഹിക്കാനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമായിട്ട് ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ബന്ധുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഒത്തിരി സന്തോഷത്തിൻ്റെ ഒരു സമയമാണിത്. വയസ്സ് ഇത്രയും വളർന്നെന്ന് വീട്ടിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. വയസ്സിന് പ്രായമായി എന്ന് വയസ്സിൻ്റെ കല്യാണക്കാരും വയസ്സിനോട് പറഞ്ഞപ്പോൾ ഓർത്തു. കാരണം കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ വയസ്സിനെ കാണുന്നത് കൊണ്ടും ഒരു 5 വർഷമായിട്ട് ഞാൻ വയസ്സിനെ കാണാത്തത് കൊണ്ടും ആ കുഞ്ഞു വയസ്സിൻ്റെ മുഖം തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. മാതാപിതാക്കളെയും വലിയമ്മച്ചയും ഒക്കെ കാണുമ്പോൾ ഗ്രേസ് ഇവിടെയുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. വെരി ഗുഡ്. അനീറ്റയുടെ പാരൻസിനെയും ഒപ്പം സഹോദരങ്ങളെയും ഒക്കെ ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ഓർക്കുന്നു. ശരിക്കും ബഹുമാനപ്പെട്ട വികാരി അച്ഛനാണ് നിങ്ങൾക്ക് ഇന്ന് ഉപദേശം തരേണ്ടത്. പക്ഷേ അച്ഛൻ്റെ സ്നേഹവും കരുണയും അച്ഛനെ എന്നെയാണ് നിങ്ങൾക്ക് 2 വാക്ക് ഉപദേശമായിട്ട് തരാനായിട്ട് ഏൽപ്പിച്ചിരിക്കുക. നമുക്കറിയാം, പയസും അനീറ്റയും വിവാഹമെന്ന കൂതാശയിലൂടെ ഒന്നാകാൻ പോകുന്നതിൻ്റെ ആദ്യ പടി എടുത്തു വയ്ക്കുകയും പൂർണ്ണമായി സമ്മതമേറ്റു പറഞ്ഞ് ഞങ്ങൾ പരസ്പരം വിവാഹിതരായിക്കൊള്ളാമെന്ന് ദൈവിക സന്നിധിയിൽ സഭയ്ക്ക് മുന്നിൽ ഏറ്റുപറയുന്ന ഒരു ദിവസമാണിത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സമ്മാനം അത് പ്രാർത്ഥനയാണ്. ഇന്നു മുതൽ ഇവരാരംഭിക്കുന്ന ഈ ജീവിതം വിവാഹം എന്ന കൂതാശയിലൂടെ പൂർത്തിയായി മരണം വരെ ഇവരൊന്നിച്ച് ജീവിക്കാൻ നിങ്ങൾ ഇരു കരങ്ങളും ഹൃദയവും ഉയർത്തി തമ്പുരാന്റെ സന്നിധിയിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിനേക്കാൾ വലിയ സമ്മാനങ്ങളൊന്നും നിങ്ങൾക്ക് ഇവർക്ക് വേണ്ടി കൊടുക്കാനായിട്ടില്ല. നമ്മളും ചേർന്ന് നിൽക്കുന്ന ഒരു പയ്യനായിരുന്നു. പയസിൻ്റെ അമ്മയും പപ്പയും വലിയമ്മച്ചും എല്ലാവരും അമ്മയുടെ ടീച്ചറായിരുന്നു. എങ്ങനെ നോക്കിയാലും ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ പീറ്ററച്ചനായിരുന്നു ഞങ്ങളുടെ വികാരി. ഞാനവിടെ പഠിക്കുന്ന സമയത്ത് പീറ്ററച്ചൻ വികാരിയച്ചനായിരുന്നു. എല്ലാ ദിവസവും ഇവരെല്ലാം പള്ളിയിലുണ്ട്. പള്ളിയോട് ചേർന്ന് നിൽക്കുന്നോട് കുടുംബമുണ്ട്. അതുകൊണ്ട് അനീറ്റ് നീ ഒട്ടും പേടിക്കേണ്ട, നല്ല ഫാമിലിയാണ്, നല്ലൊരാളെയാണ് നമ്മുടെ ഇടവകയ്ക്കും പ്രിയ വികാരിയച്ച ഞങ്ങൾ തരുന്നത്. നല്ലൊരു ഫാമിലിയാണ്. അതുപോലെ അനീറ്റയെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ നെവിനൊക്കെ എന്നോട് പറയായിരുന്നു, നല്ലൊരു കൊച്ചു, തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്ന, പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാവം കുട്ടി. അങ്ങനെയാണ് അനീറ്റയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പാരൻസിനെയും പപ്പയും മമ്മിയും ഒക്കെ കാണുമ്പോൾ അറിയാം ഇവർ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ്. കാരണം ഇത് നിങ്ങൾ 2 പേരും എടുത്ത തീരുമാനമാണെങ്കിലും ഈ തീരുമാനം ഈശോ കൂടി ആശീർവദിക്കുമ്പോഴാണ് അത് മരണം വരെ ഒന്നിച്ച് ജീവിക്കാനായിട്ടുള്ള വലിയ കൃപ നിങ്ങൾക്ക് ലഭിക്കുക. ഇതിലൂടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്ത് സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സാക്ഷികൾ
കുട്ടികൾ ദയവായിട്ട് മുന്നോട്ട് കയറി നിൽക്കുക. പയസ്, അനീറ്റ ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് അയക്കുകയാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ അനീറ്റയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? അനീറ്റ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ പയസ്സിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? നിങ്ങൾ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ പയസ്, അനീറ്റ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. വാഗ്ദാനം ചെയ്ത വയസ്സനിരീക്ഷയുടെ മേലങ്ങയുടെ കാരണത്തിന് വരങ്ങേ നിൽക്കണമേ. കടമയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും കുടുംബത്തിൽ നാഥനായ മറിയോസേപ്പിന്റെയും പിതാവായ മാർത്തോമാശ്ലീഹായുടെ പ്രാർത്ഥനയുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശേഷിച്ച ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. നിങ്ങൾ ചെയ്ത ഈ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രഹത്തെയും സാറയെയും ഇസഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. When you walked into the room, I couldn't keep my eyes off of you. Was it make-believe or was it a dream? I've been waiting all my ഇവിടെ വന്നിരിക്കുകയാണല്ലേ. തമ്പരാജാവിനോടും അവർ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേരും ഇഷ്ടമാണ്, ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവാണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ട് അവരെ വലിയ ഹാരങ്ങളൊക്കെ അണിയിക്കാം അല്ലേ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട പൈസനും 4 കോടിയിലെ കൂടത്തിന്റെ കുടുംബത്തിലേക്ക് സ്വാഗതം. അതുപോലെ അനീറ്റയ്ക്ക് പാലാട്ടി കുടുംബത്തിലേക്ക് ഒരു വലിയ വെൽക്കം കൂടെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അനീറ്റ പ്രൊഫഷണലി ടീച്ചറാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേരും അവരുടെ ഹൃദയം കൈമാറിയ നിമിഷത്തെ നമ്മൾ നല്ലൊരു കൈകൊണ്ട് കൂടി കൊടുത്തിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ അതിഥി പ്രിയപ്പെട്ട പയസും ഫാമിലിയുമാണ്. നമുക്ക് അവരെ ആദ്യം സ്വാഗതം ചെയ്യണം. പ്രിയപ്പെട്ട ഫ്രാൻസിനെയും
അതുപോലെ തന്നെ വിജയ ആന്റിനെയും ആദ്യം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ അനീറ്റയുടെ പേരൻസ് അച്ഛനങ്ങളിലെയും അതുപോലെ തന്നെ ശിവാചേച്ചിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫാമിലി തീർന്നിട്ടില്ല. ഇനി ഇവർക്ക് ഞാൻ പണ്ട് അനീറ്റയോട് ചോദിച്ചു, അനീറ്റ നല്ല ഞങ്ങൾ വിളിക്കുന്നത് ഷൊർണ എന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനി എങ്ങനെ ഷൊർണാന്ന് വിളിക്കുള്ളൂ? പൈസ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യണല്ലോ, ഷൊർണാമോൾ എന്നാണ് നമ്മുടെ പേര് കേട്ടോ. അപ്പൊ ഷൊർണാമോൾ എന്നായിരുന്നു അമ്മലിന്റെ ആദ്യത്തെ വണ്ടിയുടെ പേര്, അതറിയാമോ? അതും പണ്ട് കേട്ടോ. അപ്പൊ ഷൊർണ തന്നെ വിളിക്കണം. അപ്പൊ തന്നെ പൈസനെ എങ്ങനെ വിളിക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ചേട്ടായി ചേട്ടായി എന്ന് വിളിക്കുന്നത്. അപ്പൊ എനിക്ക് അത് രസമായിട്ട് തോന്നിയില്ല, ചേട്ടായി ചേട്ടായി നമ്മൾ വിളിക്കുന്നത് പറഞ്ഞപ്പോഴത്തേക്കും. അപ്പൊ പറയാം വീട്ടിൽ വിളിക്കുന്ന പേരുണ്ടെന്ന്, പൈസ എന്നാണ് വിളിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ഈ പൈസ മാത്രമല്ല, ഇവരുടെ 3 സിബ്ലിങ്സേ നല്ല രസമാണ്. അവരുടെ പേര് ഗ്രേസു, പൈസു ആൻഡ് ജോയ്സു. അപ്പൊ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഗ്രേസിന്റെ അമ്മച്ചിനെ വിളിക്കുന്നതായിരിക്കും. ഓക്കെ. ഒപ്പം തന്നെ ഗ്രേസ് വിവാഹിതയാണ്. അദ്ദേഹത്തിന്റെ ബ്രദറിലോ അമൽ, അവർക്ക് ഒരു കുഞ്ഞു വാവയുണ്ട് ജോവാന. അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഇസ്രായേലിയുടെ അമ്മച്ചിയാണ്. അതുപോലെ തന്നെ സാർ ആകാശവാണിയിലായിരുന്നു. ഇസ്രായേലിന്റെ ടീച്ചറാണ്. അങ്കിള് ബിസിനസ്സുകാരനാണ്. അതുപോലെ ആന്റി, ഞങ്ങളുടെ ആന്റി ശിവചേച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ശിവചേച്ചി ഹൗസ് വൈഫാണ്. ഒപ്പം തന്നെ നമ്മുടെ അനീറ്റയ്ക്കും 2 സഹോദരങ്ങളാണുള്ളത്. അവിടുത്തെ 2 രാജകുമാരിമാരാണ്. മൂത്ത രാജകുമാരി ഇപ്പൊ പാലാട്ടി കുടുംബത്തിലെ റാണിയായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ മാത്രമല്ല, അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ആഷ്ലിനെയും എവിലിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 2 കുടുംബങ്ങളിലൂടെ ഒന്നായി struggle
അവൾ വരും വസന്തമായി ഇതൾ തൊടും വിലോലമായി മിഴിയാകെ കനവേകാൻ മനമാകെ കതിരാടാൻ കാണും നേരം മൗനം പോലും ഗാനമായി മാറുവാൻ ചാരേ തൂവൽ വീശും വെൺപ്രാവിൻ മന്ത്രണം കേൾക്കുവാൻ ഒഴുകാനുള്ളിലെ തേന്നതി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേന്നതി വിടരാനുള്ളിലെ വെൺമതി വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു ഉயிருണരുന്നു വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു ഉயிருണരുന്നു ദൂരെ ആ വഴി ഈ വഴി വേറെ വേറെയായി പോകുകയോ മേലെ മാരിവിൽ ചില്ലയിൽ കൂടാൻ പോന്നൊരാ പക്ഷികൾ ഓർക്കുവാൻ ഓർമ്മതൻ പീലികൾ തന്നിടാം കാതിലായി മെല്ലയാ തേൻമൊഴിയൊന്നിനി ഒഴുകാനുള്ളിലെ തേന്നതി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേന്നതി വിടരാനുള്ളിലെ വെൺമതി ആ ആ നിഴലുകൾ നീങ്ങി ഇരുളലമായാറായി നദിയൊഴുകുന്നു കിളിയുണരുന്നു നിഴലുകൾ നീങ്ങി ഇരുളലമായാറായി നദിയൊഴുകുന്നു കിളിയുണരുന്നു നാളെ വാതിലിൻ ചാരയായിരം പൂവിതൾ നീട്ടുമോ ഏതോ തേങ്ങലിൻ നാദമായി പാടും വീണ തൻ തന്തി പാതയിൽ മാഞ്ഞോരാ മുദ്രയിൽ തേടിടാം പാതിയിൽ തീർന്നോരാ യാത്രകൾ നാമിനി ഒഴുകാനുള്ളിലെ തേന്നതി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേന്നതി വിടരാനുള്ളിലെ വെൺമതി പറയാതെ വന്നെൻ ജീവനിൽ നിറമേകി അറിയാതെ മറുപ